ഇന്നത്തെ ഞങ്ങളുടെ യാത്ര ഒരു ലേഡീസ് ട്രിപ്പാണ്. ഏറ്റുമാനൂരിനടുത്ത് കാണക്കാരിയിലേക്കാണ് യാത്ര. ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്തിരുന്ന ശോഭന ടീച്ചറിൻ്റെ ഹൗസ് വാമിംഗ് ആണ്. ഇതാണ് ഞങ്ങളുടെ യാത്രയിലെ 4 സംഘം. തൃപ്പൂണിത്തുറയിൽ നിന്നാണ് യാത്ര ആരംഭിച്ചത്. കാണക്കാരി വരെ ഏകദേശം 1 മണിക്കൂർ ദൂരമുണ്ട്. പക്ഷെ അറിയാമല്ലോ, ഞങ്ങൾ 4 സ്ത്രീജനങ്ങൾ ഒന്നിച്ചു ചേർന്നാൽ, അതും പണ്ട് ഒരുമിച്ച് വർക്ക് ചെയ്തിരുന്നവർ ഇപ്പോൾ എല്ലാവരും റിട്ടയർ ചെയ്ത് വീട്ടിലിരിക്കുന്നവരും കൂടിയാണ്. അപ്പോൾ വല്ലപ്പോഴുമുള്ള ഈ ഒത്തുകൂടൽ പിന്നെ തകർക്കും. ആരും സംസാരത്തിന് മോശക്കാരല്ലാത്തത് കൊണ്ടും വഴിയുടെ ദൂരമൊന്നും ഞങ്ങളെ ബാധിച്ചതേയില്ല. ഞങ്ങൾ വളരെ സന്തോഷപൂർവ്വം ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലമായ ഏറ്റുമാനൂരിനടുത്തുള്ള കാണക്കാരിയിലേക്ക് എത്തിച്ചേർന്നു. യാത്ര ഒക്കെ വളരെ സുഖകരമായിരുന്നു. ഞങ്ങൾ അവിടെ എത്തിച്ചേർന്നപ്പോൾ ടീച്ചറിന് വളരെ സന്തോഷമായി. കാരണം ഈ 4 സംഘത്തിലെ ഒരാളായ ജീന കൊടുങ്ങല്ലൂരിൽ നിന്നും, ആവിത ടീച്ചർ ആലുവയിൽ നിന്നും, ഞാനും സീതയും പിന്നെ തൃപ്പൂണിത്തുറ കാഞ്ഞിരമറ്റത്ത് നിന്നുമാണ്. നല്ല റിസോർട്ട് സ്റ്റൈലിൽ പണിതിരിക്കുന്ന വീട്, ഭൂപ്രകൃതിയും അതിനനുകൂലവുമാണ്. ചുറ്റും റബ്ബർ തോട്ടവും നല്ല മലനിരകളും ഒക്കെയായി നല്ല തണുപ്പുള്ള സ്ഥലം. തട്ടുതട്ടായ പ്രദേശമാണെങ്കിലും മുകളിൽ 4 കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യവുമുണ്ട്. എല്ലാം കൊണ്ടും ഭംഗിയുള്ളൊരു വീട്. ഞങ്ങൾ മുകളിൽ നിന്നത് നോക്കിക്കാണുകയായിരുന്നു. ഇനി ഒരിക്കൽ വന്ന് താമസിക്കാമെന്ന് ഉള്ള വാഗ്ദാനത്തോടെ. വീടിൻ്റെ താഴെ നല്ലതായി ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ചെയ്ത് ചെറിയൊരു ജലാശയവുമുണ്ട്. കുട്ടികളാണെങ്കിൽ അതിൻ്റെ മുന്നിൽ നിന്ന് മാറുന്നതേയില്ല. വീടിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് താഴെ എത്തിയപ്പോൾ ഞങ്ങളുടെ എല്ലാ ഫ്രണ്ട്സും എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവരുമായിട്ട് നിന്ന് 2 ഫോട്ടോ പടം പിടിക്കാതെ സാധിക്കില്ലല്ലോ. അതും കഴിഞ്ഞ് തിരിച്ചു പോന്നു. ഇനിയാണ് കഥയിലെ ട്വിസ്റ്റ്. ഞാൻ ഓടിച്ചെന്ന് കാറിൽ കയറി. തൊട്ട് പുറകെ ഓരോരുത്തരുമായി വീഡിയോ എടുത്ത് കയറി വരികയാണ്. രണ്ടാമതായി സീത വരുന്നുണ്ട്. സീതയും വന്ന് കാറിൽ കയറി. അവിടെയും ഒരു പ്രശ്നമൊന്നുമില്ല. ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുന്നുണ്ട്. വണ്ടി ഒട്ടും സ്റ്റാർട്ടാകുന്നുമില്ല. ഇതൊക്കെ ഞാൻ പറയുന്നുണ്ടെങ്കിലും വെളിയിൽ നിൽക്കുന്നവരാരും കേൾക്കുന്നുമില്ല. ജീനയും ഓടി വന്നു. യാത്ര പുറപ്പെടാമെന്നുള്ള ധാരണയിൽ നിന്നപ്പോഴേക്കും ജീനയ്ക്ക് കാര്യം പിടികിട്ടി. ഞാൻ പറയുന്ന ഡോറ് തുറന്നപ്പോൾ കാര്യം മനസ്സിലായി. പക്ഷെ ഇതൊന്നും അറിയാതെ ആവിത ടീച്ചർ അവിടെ നിന്ന് വഴിയുടെ ഭംഗിയും ഒക്കെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനാണെങ്കിൽ ഇവിടെ വളരെ പ്രയാസത്തിലും അതിലിരിക്കുന്നവരും. ഇതൊന്നും അറിയാതെ സാവധാനം നടന്ന് ഞങ്ങളുടെ അടുത്തേക്ക് എത്തുകയാണ്. ടീച്ചറിൻ്റെ മക്കളും ഓട്ടോയൊക്കെ ഉള്ള ഒരു ബന്ധുവും എല്ലാവരും കൂടെ ചേർന്ന് ഞങ്ങളുടെ വണ്ടി സ്റ്റാർട്ടിങ് നടത്തി തന്നു. ഇനി വീട്ടിൽ ചെന്നിട്ടേ ഓഫാകാവുള്ളൂ എന്നുള്ളൊരു കണ്ടീഷനോടെ. വഴിയിൽ 2 സ്ഥലത്ത് വണ്ടി നിർത്തണം. സീതയെയും ഇറക്കണം. ആവിത ടീച്ചറിനും ജീനയ്ക്കും അതിനിടയ്ക്കുള്ളൊരു സ്റ്റോപ്പിൽ ഇറങ്ങി പോവുകയും വേണം. അപ്പം ടെൻഷൻ അടിച്ചെങ്കിലും പിന്നീടുള്ള യാത്ര രസകരമായിരുന്നു. അവസാനം ഒരു ട്വിസ്റ്റ്, അത് ഞാനിനി പറയുന്നുമില്ല. അങ്ങനെ ലേഡീസ് ട്രിപ്പ് വളരെ ഭംഗിയായി കലാശിച്ചു. ഇതുപോലെയുള്ള യാത്രകൾ ഒക്കെ പ്രത്യേകിച്ച് ഞങ്ങളെപ്പോലെ റിട്ടയർ ചെയ്തിരിക്കുന്നവർക്കൊക്കെ വളരെ സന്തോഷകരമുള്ള ദിവസങ്ങളാണ്. ഈ ഒരു പ്രതീക്ഷകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെയുള്ള ഒത്തുചേരലുകളൊക്കെയാണ് ഞങ്ങളുടെ ജീവിതത്തിലൊരു പ്രചോദനം, പ്രതീക്ഷകളെന്ന് പറയുന്നത്. പഴയ കൂട്ടുകാരുമൊക്കെയായി നമ്മൾ തനിയെ ഒരു യാത്ര, ഫാമിലി യാത്രകൾ കൂടാതെ ഇതുപോലെയുള്ള യാത്രകളും നമ്മളുടെ മുന്നോട്ടുള്ള ജീവിതത്തിന് വളരെ നല്ലതാണ്. ജീനയുടെ ആക്ഷൻ കണ്ട് ചിരിച്ചു പോയതാണ്. എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഞങ്ങളുടെ യാത്ര ഇഷ്ടപ്പെട്ടോ? ഇതുപോലെയുള്ള പ്രതിസന്ധികളെല്ലാം ജീവിതയാത്രയിലും ഉണ്ടാകും. പെട്ടെന്ന് നമ്മൾ ഒന്ന് പേടിച്ചു പോയാലും പക്ഷെ നമുക്കതിനെ റിക്കവർ ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ആ പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് നമുക്ക് ജീവിതയാത്രയിലും വിജയം നേടാനാകും. റിട്ടയറായ അവരുടെ ഒരു ഉപദേശമായിട്ട് കരുതിയാൽ മതി. അപ്പോൾ എല്ലാവർക്കും സന്തോഷം. നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ യാത്രയൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യും. എല്ലാവർക്കും നന്ദി, നമസ്കാരം. പലവട്ടം പൂക്കാലം വഴിതെറ്റിപ്പോയിട്ടങ്ങൊരു നാൾ പൂക്കാമാങ്കൊമ്പിൽ നിറയെ തളിർക്കുന്നു, പൂക്കുന്നു, കായ്ക്കുന്നു.
ഈ വഴിയൊക്കെ കാണുമ്പോൾ സന്തോഷമൊക്കെ വരുമ്പോൾ എങ്ങനെ പാടാതിരിക്കും. എല്ലാവർക്കും ബൈ.